കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം നമ്മുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നവരെ ശാന്തമായി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഒലിവുമലയുടെ ഉയരങ്ങളിൽ ഒരു 11 പേര് ആ പ്രഭാതത്തിൽ എത്ര നേരം മേലോട്ട് നോക്കി നിന്ന് കാണും എന്നുള്ളതാണ് ചോദ്യം. അവരുടെ ഗുരുനാഥൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കുറിച്ച് പ്രബോധിപ്പിച്ച് വാനമേഘങ്ങളിലേക്ക്, ആകാശത്തിന്റെ മേഘക്കീറുകളിലേക്ക് ഉയർന്നു പോകുന്ന, അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത അഭൗമികമായൊരു ദൃശ്യം കാണുന്ന 11 പേർ എത്ര നേരം മേലോട്ട് നോക്കി നിന്ന് കാണും? നിങ്ങൾ ചിന്തിക്കരുത്, അവരുടെ ഗുരുനാഥൻ വാനമേഘങ്ങളിൽ ശരീരത്തോടുകൂടെ എടുക്കപ്പെട്ട് മറഞ്ഞു കഴിയുമ്പോൾ അന്നാ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് 11 പേരും കൂടെ പൊടിയും തട്ടി ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരങ്ങനെ നിന്നിട്ടുണ്ടാവണം ഏറെ നേരം, മണിക്കൂറുകൾ. എന്താണ് സംഭവിക്കുന്നത്? ഒരു ശൂന്യത അവരുടെ അകത്തളത്തിൽ തളം കെട്ടിക്കിടപ്പുണ്ട്. അതിനപ്പുറം ഒരു പ്രതീക്ഷയുണ്ട്. ഗുരുവിന്റെ സാന്നിധ്യം ഇനിയും പെട്ടെന്ന് തിരികെ കിട്ടും. അതിനപ്പുറം ഗുരു പറഞ്ഞ് തങ്ങൾ ഇനിയും കണ്ടിട്ടില്ലാത്ത പരിശുദ്ധാത്മാവെന്ന വലിയ പാറക്കലീത്ത തങ്ങളെ തേടിയെത്തും. അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പരുമല പള്ളിയിലുള്ളവരെ, നിങ്ങൾ അതൊന്ന് കണ്ടേ. ആ 11 പേർ ആ മലയുടെ മുകളിൽ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുകയാണ്. ആ കാഴ്ച മാത്രം ധ്യാനിച്ച് തുടങ്ങാം. അങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അത് അന്ന് തുടങ്ങിയതാണ്. ഇന്നും ജീവിതത്തിൻ്റെ ഏത് ശൂന്യതയിലും, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ തളം കെട്ടുന്ന സങ്കടങ്ങളിലും ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നതിൻ്റെ നിൽപ്പിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. പെന്തക്കോസ്തിയുടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. ലഭിച്ച പരിശുദ്ധാത്മാവിനെ വീണ്ടും പുതുക്കാൻ. അതിൻ്റെ ഒരു ചെറിയ ധ്യാനം മാത്രമാണത്. വലിയ കാര്യങ്ങൾ പറയാനില്ല. സമയത്തിൻ്റെ കൃത്യമായ ഒരു സ്ട്രക്ചർ നമുക്ക് മുന്നിലുണ്ട് ഇവിടെ. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ ചേർന്ന് ചിന്തിക്കാം. പെന്തക്കോസ്തിയുടെ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ട. പരിശുദ്ധാത്മാവ് സകലത്തെയും പൂർണ്ണമാക്കുന്നു എന്നാണ് പറയുക, അല്ലേ? ഉണ്ടാകുന്നതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ എന്ന് പറയുന്നത്. പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. യേശു പൂർണ്ണ സ്നേഹമാണ്, പൂർണ്ണ വെളിച്ചമാണ്, പൂർണ്ണ ജ്ഞാനമാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പൂർണ്ണം, പൂർണ്ണത്തിൽ നിന്ന് കുറച്ചാലും പൂർണ്ണം. അതുകൊണ്ട് ഭാരതത്തിൽ മനോഹരമായ ശ്ലോകമുണ്ട്. ദൈവത്തെക്കുറിച്ച് ഓം പൂർണ്ണമിതം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന പൂർണ്ണം എന്താണ്? പൂർത്തീകരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതിലേക്ക്, ആ പൂർണ്ണം എന്നുള്ള ആശയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, സമയമില്ല. പൂർണ്ണ ജ്ഞാനത്തിലേക്ക്, പൂർണ്ണ വെളിച്ചത്തിലേക്ക്, പൂർണ്ണ സ്നേഹത്തിലേക്ക് നോക്കി നിൽക്കാം. കാത്തിരിപ്പ്. 3 കാത്തിരിപ്പുകളെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് അതിന് ബന്ധം ഉണ്ടാവണം. ഉണ്ട്. ബൈബിളിൽ നിന്ന് 3 കാത്തിരിപ്പുകൾ, അത് നമുക്കൊന്ന് ശ്രദ്ധയോടെ ധ്യാനിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായമാണ്. അവൈറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടിലെ കാത്തിരിപ്പ്. കേൾക്കൂ, അവൈറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടിലെ കാത്തിരിപ്പ്. അതെന്താണത്? സംഭവം അറിയാലോ. വളരെ മിടുക്കനും പ്രതാപശാലിയും വളരെ സ്മാർട്ടുമായിരുന്ന ശൗൽ എന്നൊരു ചെറുപ്പക്കാരൻ യെരൂശലേമിന്റെ വഴിയിൽ വീണു പോകുന്നുണ്ട്. കഥയറിയാം, കഥയല്ല ചരിത്രം അറിയാം. അയാൾ വീണപ്പോൾ 3 ദിവസം അയാൾ ഇരുട്ടിലായിരുന്നു, 72 മണിക്കൂർ. ശൗൽ പൗലോസാകുന്ന നിമിഷങ്ങളാണത്. ഒരാളിൽ പരിശുദ്ധാത്മാവ് 3 മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ മാറ്റമാണ്, രണ്ടാമത്തെ പെരുമാറ്റമാണ്. സ്നേഹം, സന്തോഷം എന്നൊക്കെ പറയണത് പെരുമാറ്റമാണ്. മൂന്നാമത്തെ പേരുമാറ്റമാണ്.
3 ദിവസത്തെ ഇരുട്ടിലൂടെയാണ് ശൗൽ കടന്നു പോകുന്നത്. അവൈറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്. ശൗലിൽ ഇത് 3 ഉണ്ടായി. മാറ്റം, പെരുമാറ്റം. ഇന്ന് വരെ പെരുമാറിയതുപോലെയല്ല ശൗൽ ഇനി പെരുമാറുന്നത്. 3 പേരുമാറ്റം. ശൗലിൻ്റെ പേര് മാറി പൗലോസായി. മാറ്റം, പെരുമാറ്റം, പേരുമാറ്റം. പഴയ ശൗലല്ല. അവൈറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്, 72 മണിക്കൂറിലെ അപ്രതീക്ഷിതമായ ഇരുട്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ ഒരല്പം ശ്രദ്ധ കൂടെ തരുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഇരുട്ടിലെ കാത്തിരിപ്പുണ്ട്. ശൗൽ ജന്മന അന്ധനല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും മിടുക്കനായി, ഏറ്റവും സ്മാർട്ടായി, ഏറ്റവും തൻ്റെ ഇടത്തിലും തടിമിടുക്കിലും നടക്കുന്നു എന്ന് അഭിമാനിക്കുന്ന തികഞ്ഞ യൗവനത്തിൽ ആ മനുഷ്യൻ വീണുപോകുന്നൊരു ഇരുട്ടുണ്ട്. ചങ്ങാതി, നമ്മുടെ ജീവിതത്തിലില്ലേ? ജീവിതത്തിൻ്റെ ഏറ്റവും മികവുള്ള ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം തികഞ്ഞു എന്ന് കരുതുമ്പോഴും അപ്രതീക്ഷിതമായി ഒരു ദമസ്കോസിൻ്റെ വഴിയിൽ ഇരുട്ടുണ്ടാവും. ആ 3 ദിവസം ശൗൽ എന്ത് ചെയ്തു? നമ്മളിത് 3 കാത്തിരിപ്പുകളല്ലേ പറയുക? വെയിറ്റിംഗ് ഡാർക്ക്നെസ്. അവിടെ നിങ്ങൾ ശ്രദ്ധയോടെ പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 9 വായിച്ചാൽ അറിയാം. അനന്യാസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ശൗൽ പ്രാർത്ഥിക്കുന്നു, ശൗൽ കണ്ടിരിക്കുന്നു എന്നാണ്. ആ ഭാഗത്ത് നോക്കിയാൽ അറിയാം. ഒരാൾ തൻ്റെ തലയിൽ കൈവെക്കുന്നത്, തനിക്ക് മാറ്റമുണ്ടാകുന്നത് അയാൾ കണ്ടിരിക്കുന്നു. 3 ദിവസം ശൗൽ ചെയ്യുന്ന കർമ്മം 2 വാക്കുകളിലൂടെയാണ്, ക്രിയാപദങ്ങളിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. 1 ശൗൽ പ്രാർത്ഥിക്കുന്നു, 2 ശൗൽ കണ്ടിരിക്കുന്നു. 72 മണിക്കൂറിൻ്റെ ഇരുട്ടിൽ ശൗൽ കടന്നുപോയ കാത്തിരിപ്പ്. ഈ സമയം ഏറ്റവും മെല്ലെ ഇഴയുന്നത് എവിടെയാണ്? ക്ലോക്കിൻ്റെ സൂചിക്ക് ഏറ്റവും വേഗത കുറയുന്നത് എവിടെയാണ്? സാധാരണ പറയാറുണ്ട്, 1 ICUവിൻ്റെ ചുവരിലായിരിക്കും. നമ്മൾ ICUവിൽ കടന്നിട്ടുണ്ടാവില്ല. രണ്ടാമത്തത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാളുടെ ആദ്യത്തെ ദിവസങ്ങളിലെ ക്ലോക്കിലാണ്. സമയം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മെല്ലെ ക്ലോക്ക് ചലിക്കുന്നു എന്ന് തോന്നുന്നത് 2 സമയത്താണ്. 1 ICUവിൻ്റെ ചുവരിലും, 2 തടവറയുടെ ചുവരിലുമാണ്. ശൗൽ 3 ദിവസം കടന്നു പോകുന്ന ഈ ഇരുട്ടിൽ സമയം എങ്ങനെ പോയി? ഈ 72 മണിക്കൂർ അയാൾക്ക് 7200 മണിക്കൂറുകളായി തോന്നും. ഈ ദൈർഘ്യമുള്ള കാത്തിരിപ്പ്, വെയിറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്. ഈ 1ാമത്തെ കാത്തിരിപ്പാണ് ഇന്ന് പരുമലയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കടന്നു പോകുന്നൊരു കാത്തിരിപ്പാണ്. ചില ഇരുട്ടുകൾ. SBI എന്നൊരു വാക്കോർക്കണം. ബാങ്കല്ല. സൈറ്റ്, ബ്ലൈൻഡ്നെസ്, ഇൻസൈറ്റ് എന്നാണത്. ആദ്യത്തെ അക്ഷരങ്ങളാണ്. സൈറ്റ്, ബ്ലൈൻഡ്നെസ്, ഇൻസൈറ്റ്. ശൗല് കടന്നുപോയതൊരു SBIയിലൂടെയാണ്. അയാൾക്ക് കാഴ്ചയുണ്ടായിരുന്നു, ഇപ്പോൾ ഇരുട്ടാണ്, ബ്ലൈൻഡ്നെസ്. ഇനിമേൽ ഇൻസൈറ്റാണ്, ഉൾക്കാഴ്ച. കാഴ്ച, അന്ധത, ഉൾക്കാഴ്ച എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ശൗലിന് പറ്റിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ബൈബിൾ നോക്കിയാൽ അറിയാം. സംതിങ് ലൈക്ക് സ്കെൽസ് ഫെൽ ഫ്രം ഹിസ് ഐസ്. ചെതുമ്പല് പോലെ എന്തോ ഒന്ന് എന്നാണ്. സംതിങ് ലൈക്ക് സ്കെൽസ്. ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അയാളുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങളുടെ ചങ്കത്ത് കുറിച്ച് വെക്കാൻ ഞാനൊരു വാക്ക് പറയാണ്. 72 hours, 72 മണിക്കൂർ. ഈ പുസ്തകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ശോധനയുടെ ദൂരത്തിന്റെ പേരാണ് 72 hours, 72 മണിക്കൂർ. അല്ലേ? അബ്രഹാം ജീവിതത്തിലെ ഏറ്റവും എല്ലാമായി എന്ന് വിചാരിച്ച്, ഒരു കൊച്ചിനെ കൂടെ ദൈവം തന്നാൽ എല്ലാം ആയി എന്ന് വിചാരിച്ച് കിടന്നപ്പോഴാണ് ഇസഹാക്കിനെ മടിയിലേക്ക് വെച്ചു കൊടുത്തത്. ഇസഹാക്കിനെ 1ാം തരമായിട്ട് വളർത്തുമ്പോഴാണ് 72 hours. അബ്രഹാം വീട്ടിൽ നിന്ന് ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മല കയറുന്ന, ചവിട്ടുന്ന ദൂരത്തിന്റെ പേരാണ് 72 hours. മനുഷ്യന്റെ ജീവിതത്തിന്റെ മിടുക്കുകളുടെ മധ്യേ മിടുക്കുടഞ്ഞു പോകുന്ന ശോധനയുടെ ദൂരത്തിന്റെ പേരാണ് എന്ത്? ഉറക്കെ പറയോ? മിണ്ടുകൊള്ളൂന്നേ. 72 hours. അത് തന്നെയാണ് യോന.
ടിക്കറ്റ് മാറ്റിയെടുത്ത് ഇവാഞ്ചലിസ്റ്റിന്റെ വിസ കീറിക്കളഞ്ഞ് ടൂറിസ്റ്റിന്റെ വിസ എടുത്തിട്ട് അല്ലേ യാഫോവിൽ നിന്ന് തർസീസിലേക്ക് പോകുമ്പോൾ അയാൾ വീണുപോകുന്ന കടലാഴം, ആ തിമിംഗലത്തിന്റെ ഉദരം 72 മണിക്കൂർ. ജീവിതത്തിലെ ഏറ്റവും മിടുക്കനെന്നും മികവുള്ളവനെന്നും തനിക്ക് തന്നെ തോന്നിയ, കേൾക്കൂ, തനിക്ക് തന്നെ തോന്നിയ നിമിഷങ്ങളിൽ അയാളുടെ ജീവിതത്തിൽ വരുന്ന ശോധനയുടെ ദൂരത്തിന്റെ പേരാണ്, പറയൂ, കേട്ടില്ല, ഓരൊക്കെ പറയുന്നേ, ഇന്ന് വന്നിട്ട് വെറുതെ ആകരുത്. 72 hours. അബ്രഹാം പോയത് അതാണ്. ജീവിതത്തിന്റെ ഏറ്റവും 33-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് കടന്നുപോയ മരണത്തിന്റെ ദൂരത്തിന്റെ പേരാണ് 72 hours. നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കൂ. വേദപുസ്തകത്തിലെ ഏറ്റവും വെട്ടമുള്ള വാക്കുകളിലൊന്നാണ് 3-ാം ദിനം. മോറിയ മലയിൽ അത് നടന്നു. യോനയുടെ ജീവിതത്തിൽ അത് നടന്നു. ക്രിസ്തു ആ 3-ാം ദിനത്തെ കാണിച്ചു തരുന്നു. ബൈബിളിലെ ഏറ്റവും വെളിച്ചമുള്ള വാക്കുകളിലൊന്നാണ് 3-ാം ദിനം. ഒരു 3-ാം ദിനത്തിന്റെ ഇടയ്ക്ക് ഒരു 72 hours ഉണ്ട്. അതിനു മുമ്പ് അത് ഇരുട്ടാണ്. ഇന്ന് ഈ പെന്തക്കോസ്തയുടെ കാത്തിരിപ്പിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങൾ നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ടാവണം. പക്ഷേ ഈ 72 മണിക്കൂറിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അത് പക്ഷെ അടുത്തിരിക്കുന്നവർക്ക് അറിയില്ല. ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ, 40-ലോ 50-ലോ 60-ലോ ആകാം, ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലമെന്ന് തോന്നുന്നിടത്ത് വിരുന്നു വരുന്ന രോഗങ്ങളുടെ 72 മണിക്കൂർ, വിരുന്നു വരുന്ന കണ്ണീരിന്റെ 72 മണിക്കൂർ, അപ്രതീക്ഷിതമായി കടന്നു വരുന്ന സങ്കടങ്ങളുടെ 72 മണിക്കൂർ. ആ 72 മണിക്കൂറിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാത്തിരിപ്പ് വെയിറ്റിംഗ് ഇൻ ഡാർക്ക്നെസ് ആണ്. ദൈവം ചിലപ്പോൾ ഇങ്ങനെയാണ്. ഇരുട്ടിനൊരു സാധ്യതയില്ലേ? ഈ 2 വിരലുകൾ ഇപ്പോൾ 2 വിരലുകളല്ല, ഇതൊരു മാംസപിണ്ഡമാണ്. ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കൊരു സർജറി ആവശ്യമായിരുന്നു. പക്ഷേ ഈ വിരലുകൾക്കിടയിലെ ഇരുട്ടാണ്, ശൂന്യതയാണ് ഈ വിരലുകളുടെ ഐഡന്റിറ്റി, അല്ലേ? ഒരു ചക്രത്തിന്റെ നാഭി ശൂന്യമാണ്. അതൊരു കാറായാലും ഏതായാലും, ഒരു വൃത്തമായാലും, ഒരു കോമ്പസ് കുത്തി ഒരു വൃത്തം വരയ്ക്കുമ്പോൾ അതിന്റെ നാഭി, അതിന്റെ സെന്റർ, അവിടെ ഒരു ശൂന്യതയുണ്ട്, ഇരുട്ടുണ്ട്. കൽഭരണികൾക്കകത്തൊരു ശൂന്യതയുണ്ട്. വേദപുസ്തകത്തിൽ ഇരുട്ട് ഒരു സുവിശേഷമാണ്, അല്ലേ? അതുകൊണ്ടാണ് പുറപ്പാട് 19:19 നാം ഇങ്ങനെ വായിക്കുന്നത്, മോശ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. എന്തേ? ദൈവം വെളിച്ചമാണെന്ന് നമ്മളിങ്ങനെ വാതോരാതെ പറയുകയും നമ്മളിങ്ങനെ ധ്യാനിക്കുകയും ചെയ്യുകയാണ്. മോശ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. പൂർണ്ണ വെളിച്ചത്തിൽ ഒരു ഇരുട്ടുണ്ടാവും. ചിലപ്പോ നമ്മളിങ്ങനെ നമ്മുടെ രാത്രി സഞ്ചരിക്കുന്ന റോഡിൽ സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്ന വണ്ടി ബ്രൈറ്റ് ഡിം ചെയ്തില്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. ഇന്നിപ്പോ വെട്ടമില്ല, സൂര്യനില്ല. നട്ടുച്ചയ്ക്ക് 1 മണിക്ക് 12 മണിക്ക് സൂര്യനെ നോക്കുകയാണെങ്കിൽ കണ്ണിലൊരു ഇരുട്ട് കയറും. വെളിച്ചത്തിനകത്തൊരു ഇരുട്ടുണ്ട്, അല്ലേ? ആ ഇരുട്ടിനകത്തൊരു വെളിച്ചമുണ്ട്. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കവിതയെ പറഞ്ഞത്, പടച്ചോനെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചാണ്, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്. സ്നേഹമുള്ളവരെ, ചില ഇരുട്ടുകൾ, ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ശോധനകൾ ഇരുട്ടിന്റെ സുവിശേഷമാണ്. നമ്മുടെ തലച്ചോറിൽ തന്നെ മെലാറ്റോനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് ക്യാൻസർ രോഗത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്നാണ് പറയുക. നമ്മളിങ്ങനെ ഇരുട്ടത്തെ തന്നെ നോക്കി, വെട്ടമൊക്കെ അണച്ചിട്ട് ഇരുളിനെ നോക്കിയിരുന്നാൽ നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥികൾ ഈ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. പക്ഷെ ഇന്ന് നൈറ്റ് ലൈഫാണ്. എവിടെയും ഇരുട്ടില്ല. നൈറ്റ് ലൈഫുള്ള നഗരങ്ങളെ തേടി നടക്കുകയാണ് കോർപ്പറേറ്റുകൾ. ഇരുട്ടെന്നൊരു വിചാരമില്ല. ഇരുട്ടിനെ നോക്കിയിരുന്നു നോക്കൂ, എല്ലാ ദിവസവും എന്താണ് പറയുക, പീനിയൽ ഗ്രന്ഥികൾ മെലാറ്റോനിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അതിന് ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കുറവാണെന്ന് പറയും. അവരെവിടെയെങ്കിലുമൊക്കെ ഇരുട്ടിനെ കാണുമെന്ന. അന്ധരായ സ്ത്രീകളിൽ 50% ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കുറവാണെന്നാണ്. അന്ധരായ മനുഷ്യർക്ക് ക്യാൻസർ സാധ്യത കുറവാണെന്നാണ്. എനിക്കറിയില്ല, എൻ്റെ വായന മാത്രമാണ്. ഇരുട്ടിനൊരു വെട്ടമുണ്ട്. 3 ദിവസത്തെ 72 മണിക്കൂർ ഇരുട്ട്. അതുകൊണ്ടാണ് ഹിസ്കിയാവ് രാജ്യം ഭരിക്കുന്ന രാജാവാണ്. മരിക്കത്തരൊക്കെ രോഗം പിടിച്ചപ്പോ അയാളുടെ നേർക്ക് പ്രവാചകന്റെ വാക്കുകൾ ചാട്ടുളി പോലെ ചെന്നപ്പോ
നാം വായിക്കുന്നുണ്ട് യെശയ്യാ 38 ഹിസ്കിയാവ് മുഖം ചുവരിനു നേരെ തിരിച്ചു. ലോകത്തിന്റെ രാജകീയ കാഴ്ചകൾ ഒക്കെ വേണ്ടാന്ന് വെച്ച് ചുവരിന് നേരെ തിരിച്ചു, ഇരുട്ടിനു നേരെ മുഖം തിരിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് പഠിപ്പുള്ള ആളായിരുന്നു. പഠിപ്പുള്ള പൗലോസിന് ഗമാലിയേലിനേക്കാൾ വലിയ ഗുരുവായി മാറി ഇരുട്ട്. ഗമാലിയേലിന്റെ കാൽക്കലിടുന്ന് പഠിച്ച ആളല്ലേ, പക്ഷേ ഗമാലിയേലിനേക്കാൾ വലിയ ഗുരുവാണ് ഇരുട്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിച്ച നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവർ, ചില ഇരുളുകൾക്കപ്പുറം ദൈവം ഭേദപ്പെട്ടതെന്തോ കരുതിയിട്ടുണ്ടാവണം. ഇന്ന് ഈ പെന്തക്കോസ്തിയുടെ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ഒന്നാമത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരുന്നേ, അവൈറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്. ആ 72 മണിക്കൂർ ചങ്ങാതി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നിട്ടില്ലേ? ഇതെന്നു തീരുമെന്ന് ചോദിച്ചിട്ടില്ലേ? പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? 1860 ആ കൊച്ചു ഷെമ്മാശന് 12 വയസ്സുള്ളപ്പോൾ സ്മാൾ പോക്സ് വന്നപ്പോൾ, വസൂരി വന്നപ്പോൾ അന്ന് മരുന്നില്ലല്ലോ. അത് കഴിഞ്ഞൊരു 10-20 വർഷം കഴിഞ്ഞിട്ടല്ലേ റൊണാൾഡോ റോസൊക്കെ വാക്സിൻ കണ്ടുപിടിക്കേണ്ടത് വസൂരിക്ക്. ആ മരണകരമായ വസൂരിയുടെ മുള്ളു കൊള്ളുമ്പോൾ 72 മണിക്കൂറിന്റെ ഇരുട്ട് തിരുമേനി അനുഭവിച്ചത് എത്ര നാളാണ്? അതൊരു ഘടികാരത്തിന്റെ സൂചിയുടെ ചലനമല്ല 72 മണിക്കൂർ, കലണ്ടറിലെ തീയതിയുമല്ല. ദൈവം നമുക്ക് ഒരുക്കുന്ന ഒരു ശോധനയുടെ ദൂരമാണ്. ആ ഇരുട്ടിൽ തനിക്ക് കിട്ടിയ കഷായത്തിന്റെ ഭരണിയുടെ മൂടി പോലും പൊട്ടിച്ചു നോക്കാതെ മരുന്നും വേണ്ട ഒരു മനുഷ്യനും വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരുമേനി കൊച്ചു ഷെമ്മാശനായിട്ടിരുന്നപ്പോ ആ ഇരുട്ടിനകത്ത് പരിശുദ്ധ അമ്മ മറിയാം ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് കൊച്ചു ഷെമ്മാശന്റെ മുന്നിൽ നിന്ന നേരം ഇരുട്ടിൽ ദൈവം എന്തോ കരുതി വെച്ചിട്ടുണ്ടാവണം. അത് പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ 72 മണിക്കൂറാ. ഓരോരുത്തർക്കും ഉണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വലിയ കഥകൾ പറയാനുണ്ടാവും, സ്വന്തം ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങൾ പറയാനുണ്ടാവും. ജോർജ് മത്തീസൺ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ആംഗലേയ കവിയാണ്. അദ്ദേഹം ജന്മന അന്ധനായ മനുഷ്യനല്ല കേട്ടോ, കുറച്ചു കഴിഞ്ഞപ്പോൾ അന്ധനായി തീർന്ന മനുഷ്യനാണ്. ഇരുട്ട് കണ്ണിനെ മൂടി. ജോർജ് മത്തീസൺ തൻ്റെ അന്ധതയിലും തികഞ്ഞ ദൈവവിശ്വാസിയായ ജോർജ് മത്തീസൺ എഴുതി വെച്ചു, ദ ലവ് ദാറ്റ് സീക്കസ്റ്റ് മീ ത്രൂ പെയിൻ, ദ ലവ് ദാറ്റ് സീക്കസ്റ്റ് മീ ത്രൂ പെയിൻ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ വേദനയിലൂടെ രുചിക്കുന്നു. എത്ര മനോഹരമാണ് ആ കവിത, ദ ലവ് ദാറ്റ് സീക്കസ്റ്റ് മീ ത്രൂ പെയിൻ. അതുപോലെ തന്നെയാണ് ലോക പ്രശസ്ത എഴുത്തുകാരൻ ദസ്തയേവസ്കി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. ദസ്തയേവസ്കി സങ്കീർത്തനം പോലെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനത്തിൽ പെരുമ്പടം എഴുതിയതല്ലേ. അപസ്മാരത്തിന്റെ രോഗം ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഈ വലിയ എഴുത്തുകാർ, റഷ്യൻ എഴുത്തുകാരൻ ദസ്തയേവസ്കി പറയുന്നുണ്ട്, ഒരിക്കൽ ലോകം മുഴുവൻ പകരം തരാമെന്ന് പറഞ്ഞാലും എൻ്റെ അപസ്മാരം ഞാൻ തിരിച്ചു തരത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്ന നിമിഷങ്ങളാണ്. ഒരുപക്ഷെ അദ്ദേഹം എങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞ് നമ്മുടെ തലവേദന നമ്മൾ കൊടുക്കുകയല്ലേ, നടുവേദന കൊടുക്കുകയല്ലേ. ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും എൻ്റെ രോഗം ഞാൻ പകരം തരില്ല, എൻ്റെ ദൈവത്തെ കാണണ നിമിഷങ്ങളാണത്. അതെ, നിങ്ങളിങ്ങനെ പൂരിപ്പിക്കൂ, ചില 72 മണിക്കൂറുകൾക്കപ്പുറം ദൈവം എന്തോ മിണ്ടിക്കോളൂ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സങ്കടങ്ങളുടെ ഒരു കടൽ ജീവിതത്തിൽ ഒഴുകി വന്നിട്ടും ടാഗോർ പാടുന്നുണ്ട്, എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ ദൈവമേ. എന്ന് ധ്യാനിക്കൂ, എത്ര വിചിത്രമാം രൂപത്തിൽ. നിങ്ങൾക്കറിയോ, ടാഗോറിന്റെ ഏറ്റവും മനോഹരമായ കവിത ഗീതാഞ്ജലിയാണ്. ഏറ്റവും മനോഹരമായ പ്രേമകാവ്യം അദ്ദേഹം എഴുതുന്നുണ്ട്. മനോഹരമായ കവിത ടാഗോർ എഴുതുന്നത് 25 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരുടെ മരണവും വേർപാടും ഉലച്ച പ്രായമാണത്. ഈ ഇരുട്ടിൽ അദ്ദേഹം എഴുതുകയാണ്, എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പു. ശൗലിൽ വിചിത്രമായത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരിലും ചില 72 മണിക്കൂറുകൾ അല്ലേ, അതൊരു ഓർമ്മപ്പെടുത്തലല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവം നമ്മളോട് ഏതെങ്കിലും കളികളിൽ ഏർപ്പെടാറുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ദൈവം നമ്മളോട് ക്രിക്കറ്റ് കളിക്കത്തില്ല. നമ്മുടെ കൂടെ കളിക്കുവോ? ഇല്ല. ദൈവം നമ്മുടെ കൂടെ ഫുട്ബോൾ കളിക്കുവോ? പറയൂ, ഇല്ല. ദൈവം നമ്മുടെ കൂടെ കബഡി കളിക്കുവോ? നിങ്ങൾ ഈ ഇരിപ്പൊക്കെ കണ്ടിട്ട് എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയാണല്ലോ.
ദൈവം നമ്മുടെ കൂടെ കബഡി കളിക്കുമോ? ഇല്ല. ദൈവം നമ്മുടെ കൂടെ കളിക്കണ ഏക കളി ഏതാണെന്നറിയാം? ഏക കായിക വിനോദം ആർക്കെങ്കിലും പറയാം? സാറ്റ് കളിക്കും, അല്ലേ? നമ്മൾ ഏറ്റവും കുട്ടിപ്രായത്തിൽ ആദ്യം കളിച്ചു തുടങ്ങിയ കളിയാണേത്? ദൈവം നമ്മുടെ കൂടെ എങ്ങനെ സാറ്റ് കളിക്കുക? ചിലപ്പോൾ ചിലത് കിട്ടി കണ്ടു എന്ന് തോന്നിക്കും. അബ്രഹാമിനെ വാളിന്റെ തുമ്പ് വരെയാ. ദൈവം നമ്മുടെ കൂടെ സാറ്റ് കളിക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ കൺമുമ്പിൽ ഒളിച്ചു കളയും, കൺമുമ്പിൽ മാറി നിന്ന് കളയും. വാഗ്ദത്ത നാട് കാണിച്ചു കൊടുത്തിട്ട് ദൈവം മോശയുമായിട്ട് സാറ്റ് കളിച്ചില്ലേ? ചിലപ്പോൾ ദൈവം എങ്ങനെയാണ്, നമ്മളുമായിട്ടും എങ്ങനെയാണ്. എന്താ ഇത്ര പെട്ടെന്ന് ചില മാറിക്കളഞ്ഞു ദൈവം? ഇയ്യോബ് പറയാതെ പോകുന്നത് എങ്ങനെയാണ് ആ മനുഷ്യനെ കുറിച്ച്? എന്നെ കൊന്നാലും എൻ്റെ ദൈവം. ഇയ്യോബിന്റെ ശരീരത്തിൽ പുഴു കയറി. സോറിയാസിന്റെ മൂത്ത ഇനമാണ് വന്നത് ഇയ്യോബിന്. മാന്തിക്കൊണ്ടിരിക്കുകയാണ്, തല മുതൽ കാലുവരെ മാന്തുകയാണ്. എൻ്റെ സ്നേഹിതരെ, ശരീരത്തിൽ പുഴു കയറി, വിശ്വാസത്തിൽ പുഴു കയറിയില്ല. നമ്മുടെ വിശ്വാസത്തിൽ എന്നേ കയറി, ശരീരത്തിൽ കയറിയിട്ടില്ല. ഇയ്യോബിന്റെ ശരീരത്തിൽ പുഴു കയറിയിട്ടും എവിടെ കയറിയില്ല? വിശ്വാസത്തിൽ. നമ്മുടെ ശരീരത്തിലൊന്നും കയറണ്ട, അതിനു മുമ്പേ പുഴു എവിടെ കയറിയിട്ടുണ്ട്? വിശ്വാസത്തിൽ. എന്താണ് വിശ്വാസം? ടാഗോർ തന്നെ പറഞ്ഞതാണ്, എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക. ബൈബിളിൽ മനോഹരമായ നിർവചനങ്ങളുണ്ട് വിശ്വാസത്തിന്. ആശിക്കുന്നതിന്റെ ഉറപ്പും. ടാഗോർ പറയുന്നുണ്ട്, പ്രഭാതത്തിൽ ഇരുട്ട് നിലനിൽക്കുമ്പോൾ തന്നെ പ്രകാശത്തെ അനുഭവിച്ചു പാടുന്ന പക്ഷിയുടെ പേരാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, നേരെ വെളുക്കുമെന്ന് വിചാരിച്ച് 4 മണിക്ക് കൂവുന്ന കോഴിയുടെ പേരാണ് വിശ്വാസം. നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല. സംഭവിക്കാനിരിക്കുന്നത് സംഭവിക്കുമെന്ന് ഇരുട്ടിന്റെ മധ്യേ കടന്നു പോകുമ്പോൾ പ്രകാശം ഉണ്ടാകുമെന്ന് ഇരുളിൽ തന്നെ ഉറച്ച് ചിന്തിക്കുന്നതിന്റെ പേരാണെന്ത്? ഉറക്കെ പറയൂ. ഉറങ്ങല്ലേ, ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നില്ല, മഴയുടെ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലര് ഉറങ്ങിയേക്കാം എന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങരുതേ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, 72 മണിക്കൂർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന്റെ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ പാടണം, തനിച്ചു ഞാൻ വെളിച്ചത്തിൽ നടപ്പതിലനുഗ്രഹം, ഇരുളിലൻ മഹേശനോ ഒരുമിച്ചു ചരിപ്പതാം. എന്താ? തനിച്ചു ഞാൻ വെളിച്ചത്തിൽ നടപ്പതിലനുഗ്രഹം, ഇരുളിലൻ മഹേശനോ ഒരുമിച്ചു ചരിപ്പതാം എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ വെട്ടത്തിൽ നടക്കുന്നതിനേക്കാൾ അനുഗ്രഹം, എനിക്ക് എന്തൊക്കെയോ മികവുണ്ട് മിടുക്കുണ്ടെന്ന് പറഞ്ഞ് ദൈവമില്ലാതെ വെട്ടത്തിൽ നടക്കുന്നതിനേക്കാൾ അനുഗ്രഹം. എൻ്റെ കർത്താവ് കൂടെയുണ്ടെങ്കിൽ 72 മണിക്കൂറിന്റെ ഇരുട്ടിൽ നടക്കുന്നതാ. തനിച്ചു ഞാൻ വെളിച്ചത്തിൽ. പാടാൻ താല്പര്യമുള്ളവർക്ക് കൂടെ പാടാം. തനിച്ചു ഞാൻ വെളിച്ചത്തിൽ നടപ്പതിലനുഗ്രഹം, ഇരുളിലൻ മഹേശനോ ഒരുമിച്ചു ചരിപ്പതാം. ഉറക്കെ പറയണം, 72 hours. യോഹന്നാൻ ശ്ലീഹ പത്മോസിൽ ഏകനായി പാർത്തില്ലേ? ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയില്ലേ? പക്ഷെ ആ പുസ്തകത്തിൽ തനിക്ക് ദർശനമുണ്ടായെന്ന് 54 തവണ പറയുന്നുണ്ട്. ഒരു മാലാഖ, ഒരു ദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് 67 തവണ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കിക്കേ. കടുത്ത ഏകാന്തതയിൽ, കടുത്ത ഇരുട്ടിൽ, പാറ പൊട്ടിക്കുന്ന തിരക്കിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനൊരു ദ്വീപിൽ പറയുകയാണ്, എനിക്ക് 67 തവണ എനിക്കൊരു മാലാഖ വന്ന് എൻ്റെ മുമ്പിൽ എനിക്കൊരു ദർശനമുണ്ടായി എന്ന് 54 തവണ പറയുന്നുണ്ട്. ആ ഏകാന്തരയുടെ ഇരുട്ടിലാണ് അദ്ദേഹം പറയുന്നത്, കണ്ടാലും 3-ാം അധ്യായം 8-ാം വാക്യം, കണ്ടാലും ഒരു വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, വഴി പോലും ഇല്ലാത്തടത്താ പറയുന്നത്, കണ്ടാലും ഒരു വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ.
ഇരുട്ട്. യോഹന്നാൻ ശ്ലീഹ കടന്നുപോയ ഇരുട്ട് അദ്ദേഹത്തിന്റെ 72 മണിക്കൂറാ. ഓരോരുത്തർക്കും ഉണ്ട്. ഏകാന്തര ഇരുട്ടിലും വഴികൾ പോലുമില്ലാത്തടത്ത് വാതിൽ കണ്ടൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 5 വാക്യം നമ്മൾ ഇങ്ങനെ ഉരുവിടണം. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഇതിങ്ങനെ വായിച്ച, കർത്താവേ, എൻ്റെ മുമ്പിലും പിൻപിലും വഴികളില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു 72 മണിക്കൂറുണ്ട്. മുൻപും പിൻപും അടയപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് ചോദിക്കുന്നു. പക്ഷെ മുൻപും പിൻപും അടഞ്ഞാലും ഒടതമ്പുരാന്റെ കൈ എൻ്റെ മേലുണ്ട്. ആ വാക്യം എന്നോട് കൂടെ ചേർന്ന് ഉറക്കെ പറഞ്ഞേ, നീ മുൻപും പിൻപും എന്നെ അടച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് 2 പദം ഓർക്കുക. ട്രാപ്പ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ കെണിയാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുമ്പിൽ ചെങ്കടൽ, പിറകിൽ ഫറവോന്റെ സൈന്യം, ചുറ്റും ഇരുട്ട്, രാത്രിയാണ്. ട്രാപ്പ്. മുന്നോട്ട് നോക്കി പോകാൻ വയ്യ. ചെങ്കടൽ ആർത്തലയ്ക്കുന്ന ചെങ്കടൽ, പിറകിൽ ഫറവോന്റെ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടികൾ അടുത്തു വരുന്നു. ആ കുതിരക്കുളമ്പടികളെക്കാൾ ഭീകരമായ ശബ്ദത്തിൽ ആ ജനക്കൂട്ടത്തിന്റെ ഹൃദയമിടിപ്പുകൾ, കുതിരക്കുളമ്പടിയേക്കാൾ ശക്തമായ ഹൃദയമിടിപ്പുകൾ. ഇപ്പൊ മരിക്കും, തീർന്നു. മുൻപിലും പിൻപിലും ട്രാപ്പാണ്, ചുറ്റും ഇരുട്ടാണ്. 72 മണിക്കൂറല്ലേ? എന്നാൽ ആ ട്രാപ്പിന് ശേഷം എന്താ പ്രിയപ്പെട്ടവരെ? ചെങ്കടൽ മുറിഞ്ഞു മാറി. കടലിൽ ഒരു ട്രാക്ക്, വെള്ളം മതിലായി നിന്നു. 2 പദങ്ങൾ ധ്യാനിക്കുമോ? 72 മണിക്കൂറിന്റെ ശോധന അനുഭവിക്കുന്ന ജീവിതങ്ങൾ 2 പദങ്ങൾ ധ്യാനിക്കുമോ? ട്രാപ്പ്, ട്രാക്ക്. എവിടെ ട്രാപ്പുണ്ടോ അതിനുശേഷം എന്നെ ഉണ്ട്? ഉറക്കെ പറയൂ, ട്രാക്ക്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഒരു ഭാഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ട്, അല്ലാതെ കേൾക്കുന്നവരുണ്ട്, ഒരു 72 മണിക്കൂർ ഉണ്ടാവും ചിലപ്പോൾ. അബ്രഹാം കയറിയപ്പോ ഉൽപ്പത്തി 22:1 അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? അബ്രഹാമേ, നിന്റെ ഏകജാതനെ ബലി കഴിക്കണം. കേൾക്കൂ, ഒറ്റ തവണയെ വിളിച്ചിട്ടുള്ളൂ. അബ്രഹാമേ, നിന്റെ ഏകജാതനെ. നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കൂ. 22:11 മോറിയ മലയുടെ ഉയരങ്ങളിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് എന്തെന്നറിയാം? അബ്രഹാമേ, അബ്രഹാമേ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ നിങ്ങൾ. 1-ാം വാക്യത്തിൽ എന്താ വിളിച്ചത്? അബ്രഹാമേ. എത്ര തവണ വിളിച്ചു? ഒന്ന് മിണ്ടിക്കോളൂ. 1 തവണ. അതെന്തിലേക്കിട്ടുള്ള വിളിയാ? അത് കണ്ണുനീരിലോട്ടുള്ള വിളിയാ. 72 മണിക്കൂറിന്റെ ശോധനയിലേക്കുള്ള വിളിയാ. 1-ാം വാക്യം കഴിഞ്ഞ് 11-ാം വാക്യം എത്തുമ്പോൾ 1-നും 11-നും ഇടയ്ക്ക് 10 വാക്യമാ. അല്ല, 1-നും 11-നും ഇടയ്ക്ക് 72 മണിക്കൂറാ. 11-ാം വാക്യത്തിൽ മോറിയ മലയുടെ ഉയരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം അബ്രഹാമിനെ വിളിച്ചത് എത്ര തവണയാ? നോക്കിയിട്ട് പറ. എത്ര തവണയാണ്? എങ്ങനെയാ വിളിച്ചത്? അബ്രഹാമേ, അബ്രഹാമേ. ബാലന്റെ മേൽ കൈവയ്ക്കരുത്. നിങ്ങൾ പറയൂ, ഈ 2-ാമത്തെ വിളി എന്തിലേക്കുള്ള വിളിയാ? 1 കണ്ണുനീരിലേക്കുള്ള വിളിയാ. 2 കരുതലിലേക്കുള്ള വിളിയാ. 2 തവണയാ. ഇതിന്റെ അർത്ഥം എന്താ സ്നേഹിത? ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാ ചിലപ്പോൾ 72 മണി. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും മുട്ടിമേ കിടന്ന് ലുത്തിനിയ ചൊല്ലിയാലും പറ്റിയെന്ന് വരില്ല. ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി കൃപയിൽ ആഫ്റ്റർ 72 അവേഴ്സ് കണ്ണുനീരിലേക്ക് വിളിക്കുന്നതിന്റെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കും. ഈ ഖബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, തമ്പുരാന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുകിയപ്പോ, നീ നോമ്പ് നോറ്റപ്പോൾ നിന്റെ 72 മണിക്കൂർ മാറിപ്പോയില്ല. അതങ്ങനെ തന്നെ നിന്നു. ചില വേദനകളുടെ ഇടനാഴികളിലൂടെ നിന്നെ കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം ഒരു കരുതലിന്റെ ശബ്ദം കേട്ടിട്ടില്ലേ? യെസ്, ഉണ്ട്. അപ്പൊ നമ്മൾ 3 കാത്തിരിപ്പ് പെട്ടെന്ന് പറഞ്ഞു വേണം. 1, വെയിറ്റിംഗ് ഇൻ ഡാർക്ക്നെസ് 72 മണിക്കൂർ. മുൻപും പിൻപും അടഞ്ഞാലും ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്.
അതുകൊണ്ട് ഇരുട്ടിൽ ഇവിടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇരുട്ടിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. പഴയ പാട്ടാണ്, 70കളിൽ അല്ലെങ്കിൽ അച്ഛൻ കുന്നിലച്ഛൻ എൻ്റെ കൂടെ പാടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അറിയാവുന്നവരോട് ഇരിപ്പുണ്ട്, എൻ്റെ കൂടെ പാടിക്കുക. ജീവിതത്തിൻ്റെ 72 മണിക്കൂറിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. കുറച്ച് പേര് പഠിച്ചെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഒന്ന് പാടിക്കുക, പാടാനങ്ങ് തോന്നുകയാണ്, സമയമില്ലെങ്കിലും. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ. ഒത്തിരി സന്തോഷം കേട്ടോ, ഇത്രയും പ്രതീക്ഷിച്ചില്ലേ? 72 hours. Genesis 22:1 and 22:11. Awaiting in darkness. ഇതും മാറിപ്പോകും. രണ്ടാമത്തെ കാത്തിരിപ്പ്, awaiting in tree shade. മരച്ചുവട്ടിലെ കാത്തിരിപ്പാണ്. ഒന്ന് ഇരുട്ടിലെ കാത്തിരിപ്പാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9. 1 രാജാക്കന്മാർ 19-ാം അധ്യായമാണ്. അറിയാവുന്ന സംഭവമാണ്. ഏലിയാവ് തന്റെ നിയോഗങ്ങളെ മറന്ന്, തന്റെ ശുശ്രൂഷയുടെ കൃപയെ മറന്നിട്ട്, ആഹാബിന്റെ ഭീഷണിക്ക് മുമ്പിൽ 24 മണിക്കൂറിനകം ഞാൻ നിന്നെ സുട്ടിടുമേ എന്ന് പറഞ്ഞപ്പോ ഇസബേലിന്റെ ഭീഷണിയെ മറന്നിട്ട് ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കാത്തിരിക്കുന്നു. രണ്ടാം കാത്തിരിപ്പ്, കാത്തിരിപ്പ്, വെയിറ്റിംഗ് ഇൻ ട്രീ ഷേഡ്. അതിന് ഞാനൊരു വാക്കൂടെ പറയാ, ആത്മനിന്ദയുടെ കാത്തിരിപ്പ്. നമുക്ക് 2 തരത്തിൽ കാത്തിരിക്കാം. ഒന്ന്, ആത്മഭാരത്താൽ. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് കാത്തിരുന്നു വിടുതലിനു വേണ്ടി. അതിൻ്റെ പേര് ആത്മഭാരം. ആത്മഭാരത്തിൽ ഒരാൾ കാത്തിരിക്കുമ്പോൾ സ്വയം പറയും, അയ്യോ ഞാനൊരു പാപി, ഞാൻ പാപികളിൽ ഒന്നാമൻ. എന്നാൽ യൂദാസ് കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് ആ രാത്രി മരണം കാത്തിരിക്കുമ്പോ അയാൾ പറഞ്ഞു, അയ്യോ ഞാനൊരു വിഡ്ഢി. ആത്മനിന്ദയിലെ കാത്തിരിപ്പ്. മാനസാന്തരം കാത്തിരിക്കുന്ന പത്രോസ് പറഞ്ഞു, ഞാനൊരു പാപി. ആത്മഭാരം വരുമ്പോൾ ഒരാൾ സ്വയം പറയും, ഞാൻ എത്ര പാപി. ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ ദാവീദിനെ പോലെ പറയാം, കർത്താവേ ഞാൻ പാപിയാ, ആത്മഭാരത്തിൽ. എന്നാൽ യൂദാ പറഞ്ഞു, മരണം കാത്തിരിക്കുന്ന യൂദാ പറഞ്ഞു, ഞാനൊരു വിഡ്ഢി, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ചത്തേക്കാം. ഏലിയാവ് കൃപയുള്ള മനുഷ്യനാ, കൃപയുള്ള മനുഷ്യനാ. ആ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോ പറയുക, അയ്യോ ഞാൻ എത്ര വിഡ്ഢി, വേണ്ടാത്ത പണിക്ക് പോയി. അയ്യോ ഞാൻ എത്ര വിഡ്ഢി, മരിച്ചാ മതി. അവൈറ്റിംഗ് ഇൻ ട്രീ ഷേഡ്. ആവണക്കിന്റെ ചുവട്ടിൽ, ചൂരച്ചെടിയുടെ ചുവട്ടിൽ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ എങ്ങനെയാ കാത്തിരിക്കുന്നത്? പലപ്പോഴും ഇന്നലെ 5 പേരുടെ ആത്മഹത്യ നമ്മൾ വായിച്ചാണ്. 5 ആത്മഹത്യയല്ല, അതിൽ 2-3 എണ്ണം കൊലപാതകമാണ്, അല്ലേ? 3 കുഞ്ഞുങ്ങളെ കൊന്നിട്ട്. ആത്മനിന്ദയുടെ കാത്തിരിപ്പാണ് ഇന്ന് ലോകത്തിൽ കൂടുതലും. എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഐ ആം വേസ്റ്റ്, ഐ ആം യൂസ്ലെസ്, ഞാനൊരു പാഴായി പോയല്ലോ. മരച്ചുവട്ടിലെ കാത്തിരിപ്പ് ഓർക്കണം, അത് ആത്മനിന്ദയിലെ കാത്തിരിപ്പ. അവസാനമായി എന്നും തോന്നുന്നവരൊക്കെ ശൂരച്ചെടിയുടെ തണലില്ല. ഇനി മരുന്നുകൊണ്ട് ഭേദപ്പെടുകയില്ല, ഇനി ഏത് ആശുപത്രിയിൽ പോയാലും സുഖപ്പെടുകയില്ല, ഇനി ആര് വിചാരിച്ചാലും എൻ്റെ ജീവിതം ഗുണപ്പെടുകയില്ല. അങ്ങനെ വിചാരിച്ചാൽ കുഞ്ഞേ,
നീ ചൂരച്ചെടിയുടെ തണലിലാണ്. ഇന്ന് പല ക്രൈസ്തവ ഭവനങ്ങളും ചൂരച്ചെടിയുടെ തണലിലാ. പല ക്രിസ്തീയ വീടുകളും ആവണക്കിന്റെ ചുവട്ടില, ആത്മനിന്ദയില. ഓർക്കണം, അവസാനമായി എന്ന് തോന്നല്ലേ. ഏലിയാവ മരത്തിന്റെ ചുവട്ടിൽ കിടന്നപ്പോൾ ആഗ്രഹിച്ചെന്തെന്നറിയാം? റിസൈൻ ചെയ്യാനാ. മരിച്ചേക്കാം, രാജിവെച്ചേക്കാം ഈ ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ കേൾക്കൂ, റിസൈൻ ചെയ്യാൻ ഒരുങ്ങി ഏലിയാവിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു വരയിട്ടു. എവിടാന്നറിയാമോ? തമ്പുരാനിട്ട വര ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞൊരു വരയിട്ടു. നിങ്ങളൊന്ന് വായിക്കാമോ? പറയൂന്നേ. റിസൈൻ, RESIGN എന്നുള്ള വാക്കിനകത്ത് തമ്പുരാൻ ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞിട്ട് ഒരു വരയിട്ടാൽ അത് എങ്ങനെ വായിക്കണം? UKG പിള്ളേരോട് ചോദിച്ചാൽ പറയുമല്ലോ. റീസൈൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? വീണ്ടും തുടങ്ങാം, വീണ്ടും ആരംഭിക്കാം. റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയവനെ റീസൈൻ ചെയ്യിപ്പിച്ചൊരു ദൈവമുണ്ട്. ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ജീവിതമേ, അവസാനമായി എന്ന് പറയല്ലേ. സെപ്പറേഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേഷൻ, ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. സെപ്പറേഷൻ ഈസ് നോട്ട് ആൻ ഐസൊലേഷൻ, ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. അതൊരു കവചമാണ്. നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ അതൊരു ഐസൊലേഷനായി നിരാശപ്പെട്ട് പരിതപിക്കരുത്. നീ ഐസൊലേറ്റഡ് ആയി എന്ന് തോന്നിയ നിമിഷങ്ങളൊക്കെ നിനക്ക് വേണ്ടി ദൈവം ഒരു ഇൻസുലേഷനാ. പത്മോസ് ദ്വീപ് ഒരു ഐസൊലേഷൻ അല്ല, ഒരു ഇൻസുലേഷൻ ആണെന്ന് യോഹന്നാന് മനസ്സിലായി. ഇരുട്ട്, ഈ 3 ദിവസത്തെ ഇരുട്ട് ഒരു ഐസൊലേഷൻ അല്ല, ദൈവം എനിക്ക് ഒരുക്കിയ ഇൻസുലേഷൻ ആണെന്ന് പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി. ഓർക്കണം, ഓർക്കണം, ദൈവമേ, ഞാൻ ഇന്ന് ചൂരച്ചെടിയുടെ തണലില. വിശുദ്ധ മത്തായി 26:25 ഒരു വാക്യമുണ്ട്. പെസഹ രാത്രിയിൽ ധീരനായ പത്രോസ് ചതഞ്ഞു പോയപ്പോ എന്തായെന്നറിയാം? പത്രോസ് അകത്ത് കിടന്ന്, കർത്താവിന്റെ വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ, അകത്ത് കിടന്ന് അവസാനം കാണാൻ കാത്തുനിന്നു. വലിയ ആളാണ് പത്രോസ്, വലിയ ആളാണ് പത്രോസ്. പാറയാണ് പത്രോസ്. പാറയായ മനുഷ്യൻ അവസാനം കാണാൻ കാത്തുനിന്നു. നമ്മൾ എത്ര പാറയാണ്. പരുമലപ്പള്ളി മിക്കവാറും വരും, എല്ലാ നോമ്പും നോക്കും. നമുക്ക് വിശ്വാസത്തിലൊക്കെ പാറയാ. ഈ പാറയായി നീയും ഞാനും ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ awaiting in tree shade, അവസാനമായി എന്ന് വിചാരിക്കുക. പക്ഷെ അത് അവസാനമായിരുന്നില്ല. യേശുവിന്റെ വിചാരണ കാണാൻ പത്രോസ് അകത്ത് കയറിയപ്പോ അവസാനം കാണാൻ കാത്തുനിന്ന പത്രോസിന് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് എൻഡ്, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഇതൊരു പുതിയ തുടക്കമാണ്. അവസാനമായി എന്ന് പറയല്ലേ. വോൾട്ടയർ പറഞ്ഞു ലോകത്തിന് അവസാനമുണ്ട്. എപ്പിക്യൂറസ് പറഞ്ഞു അവസാനമുണ്ട്. ഭാരതത്തിലെ ചാർവാക സിദ്ധാന്തം 14-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു ഈ ലോകത്തിനപ്പുറം ഒന്നുമില്ല, ദൈവമില്ല. അതുകൊണ്ട് ചാർവാകന്മാരൊക്കെ പറഞ്ഞു ദൈവമില്ല, അതുകൊണ്ട് പരമാവധി ആസ്വദിച്ചോണം. യാവേർ ജീവേത് സുഖം ജീവേത്, ഋതം കൃത്വാ കൃതം ജീവേത്, ഭസ്മീഭൂതസ്യ ദേഹസ്യ. അവരങ്ങനെ പറയുന്നു. പറഞ്ഞാൽ യാവേത് ജീവേത് സുഖം ജീവേത്, എത്ര കാലം ജീവിച്ചാലും സുഖമായി ജീവിക്കുക. ഋതം കൃത്വാ കൃതം ജീവേത്, കടം വാങ്ങിച്ചാലും നെയ്യ് കൂട്ടി കഴിക്കുക. പഴയ കാലമാണ് കേട്ടോ. കടം വാങ്ങിച്ചാലും വേണ്ടിയല്ല, നെയ്യ് കൂട്ടി കഴിച്ചോണം, അടിച്ചു പൊളിച്ചോണം. ഭസ്മീഭൂതസ്യ ദേഹസ്യ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാകുന്ന ശരീരം ഭസ്മമായി പോകും. അതുകൊണ്ട് ദൈവമില്ല, ഈ ലോകത്തിനപ്പുറം ഒന്നുമില്ല, അവസാനമുണ്ട്. പക്ഷെ ക്രിസ്തീയ വിശ്വാസം പറയുന്നത് എപ്പിക്യൂറസ് പറഞ്ഞതുപോലെയല്ല, ചാർവാകൻ പറഞ്ഞതുപോലെയല്ല, വോൾട്ടയർ പറഞ്ഞതുപോലെയല്ല. അവസാനമായി എന്ന് കരുതുന്നിടത്ത് ഒരു പുതിയ തുടക്കമുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഒടുവിലത്തേതെന്ന് പറയരുത്. ഒരു കിളി കൂടി ചിലയ്ക്കാനുണ്ട്, ഒരു പൂവ് കൂടി വിരിയാനുണ്ട്. ആടുകൾക്കിനിയും ഇടയനുണ്ട്, പാപികൾക്കിനിയും വചനമുണ്ട്. അതൊരു കവിതയാണ്. ഒരു കിളി കൂടി ചിലയ്ക്കാനുണ്ട്. തീർന്നൊന്നും പറയല്ലേ. ലോഗോതെറാപ്പിയുടെ ഉപജ്ഞാതാവായ വിക്ടർ ഫ്രാങ്കൻ നാസി തടങ്കൽ പാളയത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകളുണ്ട്. തീരെ കൊള്ളാത്തവരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകളയും. അദ്ദേഹം മരിക്കാനൊരുങ്ങിയ ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്, എ മാൻ സെർച്ചിങ് ഫോർ മീനിങ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദിവസം അദ്ദേഹം മരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്ലേഡ് കിട്ടിയപ്പോ
നാസി തടങ്കൽ പാളയത്തിലെ ക്രൂരത ഭയങ്കരമാണ്. ഒരു ബ്ലേഡ് എവിടുന്നോ ഒരു മുറി ബ്ലേഡ് കിട്ടിയപ്പോൾ മരിക്കാമെന്ന് വിചാരിച്ചൊരു ദിവസം ഞരമ്പ് മുറിക്കാനൊരുങ്ങിയപ്പോൾ ആ തടവറയുടെ വെട്ടം കയറാത്ത തടവറയുടെ ഒരു ചെറിയ ജനാലയുണ്ട്, അതിങ്ങനെ തുറന്നിട്ട് അദ്ദേഹം ബ്ലേഡ് കൊണ്ട് ഈ നരമ്പ് മുറിക്കാൻ ഒരുങ്ങിയപ്പോൾ വിക്ടർ കണ്ടു പുറത്തൊരു വെട്ടം. ആ ജനാലയിൽ കൂടെ അരിച്ചിറങ്ങുന്ന ഉദയസൂര്യന്റെ കിരണങ്ങൾ കണ്ടപ്പോൾ ഫ്രാങ്ക്ലിന്റെ മനസ്സ്, കാലങ്ങളായി സൂര്യനെ കാണാത്ത തടങ്കലിൽ കിടക്കുന്ന വിക്ടർ ഫ്രാങ്ക്ലിനൊരു അകത്തൊരു വെട്ടം ഉണ്ടായി. അയാൾ വിചാരിച്ചു, ഈ പ്രഭാതത്തിലെ സൂര്യൻ അത് ഇന്നലെയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, നാളെയും അങ്ങനെ തന്നെ ഉണ്ടാവില്ല. അയാൾ ബ്ലേഡ് താത്തു വെച്ചു. അയാളിങ്ങനെ തൻ്റെ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിച്ചു. ജീവിക്കണമെന്നൊരു തോന്നലുണ്ടായി. ഓരോ ദിവസം കഴിയും തോറും അയാളുടെ പേശികൾ ശക്തിപ്പെട്ടു വന്നു. അകത്ത വെട്ടമാ. പിന്നെ അയാളെ കൊന്നുകളഞ്ഞില്ല, തിരിച്ചു വന്നിട്ടുണ്ട്, വലിയ മനുഷ്യനായി മാറി. അദ്ദേഹം എ മാൻ സെർച്ചിങ് ഫോർ മീനിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റിസറക്ഷൻ. ആ നാസി തടങ്കൽ പാളയത്തിലെ ചെറിയ കിളിവാതിൽ തുറന്നപ്പോ അകത്തേക്ക് അരിച്ചിറങ്ങിയ സൂര്യപ്രകാശം ഞാൻ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോ എനിക്ക് മരിക്കണ്ടെന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടല്ലോ, ചെറിയ വെട്ടം. ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റിസറക്ഷൻ. അവസാനമായി എന്ന് പറയല്ലേ, ഒടുവിലത്തേതായി എന്ന് പറയല്ലേ, ചൂരച്ചെടിയുടെ തണലിൽ കിടക്കരുതേ. ഇറ്റ്സ് ന്യൂ ബിഗിനിങ്. ബൈബിൾ പറയുകയാണ്. ഞാൻ പറയാറുണ്ട്, എനിക്ക് പറയാൻ ഇഷ്ടമാണ്. പ്രത്യാശയുടെ മഷി കൊണ്ടെഴുതി, പ്രതീക്ഷയുടെ നൂല് കൊണ്ട് കുത്തിക്കെട്ടി, വാഗ്ദാനങ്ങളുടെ പുറംചട്ട കൊണ്ട് ബൈൻഡ് ചെയ്തൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 7400-ൽ പരം വാഗ്ദാനങ്ങളുമായി കറുത്ത വയൻറിട്ട പുസ്തകം നമ്മെ ചാരത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അവസാനമായി എന്ന് പറയരുത്. ഇറ്റ്സ് ന്യൂ ബിഗിനിങ്. ദൈവം ഒരിക്കലും ചിലപ്പോൾ ആഴം കുറയ്ക്കാറില്ല നമ്മൾ വീണ ഗർത്തത്തിന്റെ, പക്ഷെ ചില കച്ചിത്തുരുമ്പ് ഇട്ട് തരാറുണ്ടല്ലേ. ആഴം കുറയാറില്ല, ചില കച്ചിത്തുരുമ്പുകൾ ഇട്ട് തരാറില്ലേ. ചിലപ്പോൾ നാം ചാടിക്കടക്കേണ്ട പ്രതിസന്ധിയുടെ മതിലിന്റെ ഉയരം കുറയാറില്ല, ചില ഗോവണികൾ ചാരിത്തരാറുണ്ട്. അതാണ് ദൈവം. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമോ നിങ്ങൾ? നമ്മൾ കടന്നു പോകുന്ന ഇരുട്ടിന്റെ ഘനം കുറയാറില്ല, പക്ഷേ ചില വഴിവെളിച്ചങ്ങൾ തെളിക്കാറുണ്ട്. നമ്മൾ കടന്നു പോകേണ്ട വഴിയുടെ ദൂരം ചെറുതാകാറില്ല, പക്ഷെ പാദങ്ങളുടെ ബലം കൂടാറുണ്ട് അല്ലേ. നമ്മൾ കടന്നു പോകുന്ന ജീവിത വഴികളുടെ വേദന കുറയുന്നില്ല, പക്ഷെ ചുമലിൽ ഒരു കരം തലോടാറില്ലേ. നമ്മൾ ചുമക്കുന്ന ചുമടിന്റെ ഭാരം കുറയുന്നില്ല, പക്ഷേ മുതുകിന്റെ ബലം കൂടാറുണ്ട്. ഒന്ന് ചിന്തിച്ചോളൂ, ദൈവമേ, ആഴം കുറയുന്നില്ല, ചില കച്ചിത്തുരുമ്പ് തമ്പുരാൻ തരുന്നുണ്ട്. ഉയരം കുറയുന്നില്ല, പക്ഷെ ചില ഗോവണി ചാരി തരുന്നുണ്ട് എൻ്റെ ദൈവം. ഇരുട്ടിന്റെ ഘനം കുറയുന്നില്ല, ചില വഴിവെളിച്ചങ്ങൾ തെളിച്ചു തരാറുണ്ട്. ദൂരം ചെറുതാകുന്നില്ല, പക്ഷെ ഞാൻ നടന്നു തീർക്കേണ്ട വഴികളിൽ എൻ്റെ പാദങ്ങളുടെ ബലം കൂടുന്നുണ്ട്. വേദന കുറയുന്നില്ല, പക്ഷെ ചുമലിൽ ഒരു കരം മെല്ലെ തലോടുന്നുണ്ട്. ഭാരം കുറയാറില്ല, പക്ഷെ മുതുകിന്റെ ബലം. അതുകൊണ്ട് ചുമക്കേണ്ട ഭാരം കുറയാനല്ല, വഹിക്കേണ്ട മുതുകിന്റെ ബലം കൂടാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ? വെയിറ്റിംഗ് ഇൻ ട്രീ ഷേഡ്. ചുമക്കേണ്ട ഭാരം കുറയാനല്ല, വഹിക്കേണ്ട മുതുകിന്റെ ബലം കൂടാൻ അല്ലേ. അതൊരു കൃപയല്ലേ. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ 26 കൂട്ടം പ്രതിസന്ധി വന്നു. എണ്ണിയാൽ അറിയാം, കഷ്ടത, ആപത്ത്, പട്ടിണി, നഗ്നത, വാള്, പാമ്പുകടി, കപ്പൽ ഛേദം, എണ്ണാൻ സമയമില്ല. പക്ഷേ കർത്താവേ, ശൂലം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോ, മകളെ പൗലോസേ, ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി. ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാൻ. ഇവിടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമോ? എന്തായാലും ദൈവമേ, ഈ പ്രായത്തിൽ ഇനി ഈ രോഗം മാറുകയല്ലേ. ചിലപ്പോ ഈ പ്രായത്തിൽ നിന്റെ ഈ വേദന അങ്ങനെയൊന്നും കൂടെ മാറില്ല, പക്ഷെ വഹിക്കാൻ മുതുകിന്റെ ബലം കൂടാൻ. അതുകൊണ്ട് പരുമലപ്പള്ളിയിൽ ഇന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, കർത്താവേ, ചുമക്കേണ്ട ഭാരം കുറയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വഹിക്കേണ്ട മുതുകിന് ബലം കൂട്ടിയാ മതി. ഭാരതത്തിന്റെ ഒരു പഴയ ശ്ലോകം ഇങ്ങനെ പറയും, 2 കാര്യം മതി, എന്ന ദൈന്യം, എന്ന പലായനം എന്ന് പറഞ്ഞാൽ വിഷാദിക്കാതിരിക്കുക, ധീരനാവുക. എന്ന ദൈന്യം, എന്ന പലായനം. ദീനനായി പോകരുത്, പേടിക്കരുത്, പലായനം ചെയ്യുകയും വരരുത്. ഏലിയാവിനോട് പറയേണ്ടതാണ്, എന്ന ദൈന്യം, എന്ന പലായനം. ഏലിയാവേ, വലിയ നിയോഗമുള്ള ആളല്ലേ താങ്കള്? ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ എന്ന ദൈന്യം, എന്ന പലായനം, വിഷാദിക്കരുത്, ധീരനാകണം.
യിരെമ്യാ പ്രവാചകൻ 31:6 ഇന്ന് നമുക്കുള്ളതാണ് കേട്ടോ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാവും. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. എലിയാവിന്റെ പ്രതിസന്ധി എന്താ? ദൈവത്തോട് പറയാണ്, കർത്താവേ, എന്നെ കൊണ്ട് ഈ പണി പറ്റത്തില്ല. ഒരു 3 ചെറിയ ഇംഗ്ലീഷ് പദങ്ങൾ കൂടെ മനസ്സിലിട്ടോണം ഇത് ചിന്തിക്കുമ്പോൾ. 1 എലക്റ്റഡ്, 2 എക്സ്ക്യൂസ്, 3 എജക്ഷൻ. അല്ലെങ്കിൽ എലക്ഷൻ, എക്സ്ക്യൂസ്, എജക്ഷൻ. എലക്ഷൻ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പല്ലേ? എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒഴിവുകഴിവല്ലേ? ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയലല്ലേ? മോശയെ ദൈവം തെരഞ്ഞെടുത്ത് എലക്ട് ചെയ്തപ്പോൾ മോശ പറഞ്ഞു, എക്സ്ക്യൂസ് മീ കർത്താവേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. എജക്ഷൻ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മോശ രക്ഷപ്പെട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ പറഞ്ഞു, മനശ്ശയിൽ എൻ്റെ കുടുംബം ചെറുതാ, എന്നെ കൊണ്ട് പറ്റില്ല, എക്സ്ക്യൂസ് മീ. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു തുടങ്ങുന്നുണ്ട്. എലിയാവിന്റെ നേരെ ദൈവത്തിന്റെ കോപം ഉയരുന്നുണ്ട്. പക്ഷേ ഓർക്കണം, എക്സ്ക്യൂസ് ഓഫ് എലക്റ്റഡ് റിസൾട്ട്സ് ഇജക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ 3 പദം ഒന്ന് ഓർക്കാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് ഓഫ് ഇലക്റ്റഡ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ എക്സ്ക്യൂസ് പറഞ്ഞാൽ, അത് ഞാനായാലും നിങ്ങളായാലും നിയോഗങ്ങളിൽ നിന്ന് ഒളിച്ചോടിയാൽ, എക്സ്ക്യൂസ് ഓഫ് എലക്റ്റഡ് റിസൾട്ട്സ് ഇജക്ഷൻ, ദൈവം തള്ളിക്കളയും. ആ ഒരു വാക്ക്, ആ ഒരു വാചകം ഒന്ന് മനസ്സിലിട്ടേക്കാവുന്നവരൊന്ന് ഇട്ടേക്കുമോ? എക്സ്ക്യൂസ് ഓഫ് ഇലക്റ്റഡ് റിസൾട്ട്സ് ഇജക്ഷൻ. ഏലിയാവിന് ദൈവാധീനം കൊണ്ടത് പറ്റിയില്ല. അപ്പൊ 2 കാത്തിരിപ്പാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ട്. ഒരെണ്ണം കൂടെ പറഞ്ഞ് നിർത്താവുന്നേ ഉള്ളൂ. ഒന്നാമത്തേത് വെയിറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്. അതൊരു 72 മണിക്കൂറാണ്. അപ്രതീക്ഷിതമായ ശോധനയാണ്. നാം ഏറെ ആരോഗ്യത്തോടും ജീവിതത്തിൽ ഏറെ മികവോടും ജീവിക്കുന്ന കാലത്ത് ദൈവം തരുന്ന ചില ശോധനകൾ, 72 hours. അതിനകത്തൊരു ഉൽപ്പത്തി 22:1-11 കൂടെ ധ്യാനിച്ച് മരുന്നായിട്ട് കൂടെ ചേർക്കണം. കർത്താവെ, നീ എന്നെ കണ്ണുനീരിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കും. വെയിറ്റിംഗ് ഇൻ ഡാർക്ക്നെസ്. 2 വെയിറ്റിംഗ് ഇൻ ട്രീ ഷെയ്ഡ്. അത് ആത്മനിന്ദയുടെ കാത്തിരിപ്പ. എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാൻ വിഡ്ഢി, ഞാൻ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ചത്തേക്കാം. ആത്മനിന്ദയിലെ കാത്തിരിപ്പ് നമ്മെ നശിപ്പിച്ചു കളയും. ഒരു കാത്തിരിപ്പ് കൂടെയാണ് നമുക്കിനി ഇവിടെ ഒന്ന് പറയാനായിട്ടുള്ളത്. സ്നേഹമുള്ളവർ, 3-മത്തത് വിശുദ്ധ ലൂക്കോസ് 15. നമുക്ക് ഒത്തിരി പരിചയമുള്ളൊരു കഥയില്ലേ? ധൂർത്തപുത്രൻ. മുടിയൻ പുത്രൻ എന്ന് വിളിക്കാൻ പാടില്ല, അയാൾ അന്നേ രക്ഷപ്പെട്ടാണ്. നമ്മൾ എപ്പോഴും പുള്ളി അങ്ങനെ വിളിക്കരുത്. ധൂർത്തപുത്രന്റെ കഥ. വെയിറ്റിംഗ് ഇൻ ബ്രാൻ, തവിട്ടിലെ കാത്തിരിപ്പാണ്. അപ്പൊ ഇത് 3 ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഓർക്കാൻ കൊള്ളാം. ഇരുട്ടിലെ കാത്തിരിപ്പ്, മരച്ചുവട്ടിലെ കാത്തിരിപ്പ്, തവിട്ടിലെ കാത്തിരിപ്പ്. പന്നി തിന്നുന്ന തവിട് പോലും ആരും അവന് കൊടുത്തില്ല. നാശത്തിന്റെയും പാപത്തിന്റെ പടിയിറക്കത്തിന്റെയും അൾട്ടിമേറ്റാണ് ഈ തവിടെന്ന് പറയുക. അവിടെ വിഭവങ്ങളിൽ നിന്നും വിരുന്നുകളിൽ നിന്നും പടിയിറങ്ങിയവൻ അപരിചിതന്റെ മേശ പോലും കിട്ടാതെ, പന്നിക്ക് കിട്ടണ തവിട് പോലും കിട്ടാതെ. അതുകൊണ്ട് ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയത്തിന്റെയും വീഴ്ചയുടെയും പേരാണ് ബ്രാൻ, തവിട്. വെയിറ്റിംഗ് ഇൻ ബ്രാൻ, തവിട്ടിലെ കാത്തിരിപ്പ്. അവിടെയും കാത്തിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇരുട്ടിലെ കാത്തിരിപ്പിനൊരു കൃപയുണ്ടെങ്കിൽ, മരച്ചുവട്ടിലെ കാത്തിരിപ്പിന്റെ ദോഷം താൻ കണ്ടെങ്കിൽ, തവിട്ടിലെ കാത്തിരിപ്പ്, തവിടെന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു ഇട്ടാ കൂടെ അങ്ങ് ഇട്ടതാ, ഒന്ന് പറയാനൊരു സുഖത്തിന് ഇട്ടാ. തവിട്, വാളവര എന്നാണ് പഴയ മലയാളം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. അവിടെ അയാളുടെ ഭാവം എന്താണെന്ന് നിങ്ങൾ പറയൂ. ഒരുപാട് ക്ലെയിം ചെയ്തയാൾ ആണ് ഈ മുടിയൻപുത്രൻ അല്ലേ? അപ്പൊ എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. പക്ഷെ ഇവിടെയോ, തവിട്ടിനകത്ത് കിടന്നപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല, നിന്റെ കൂലിക്കാരനിൽ ഒരുത്തനെ പോലെ എങ്കിലും എന്നെ ആക്കണം. അവകാശപ്പെടാനില്ല, നിബന്ധനകളില്ലാത്ത ആധ്യാത്മികതയാണത്.
രണ്ടു തരം ഭക്തി ഉണ്ടെന്ന് നമ്മുടെ നാട് പറയും. ഒന്ന് സകാമ ഭക്തി, രണ്ട് നിഷ്കാമ ഭക്തി. സകാമ ഭക്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിനുള്ള ഉപായമാണ്. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി, അല്ലേ? പരീക്ഷകൾ ജയിക്കാൻ വേണ്ടി, നീറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട്, സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ പേര് സകാമ ഭക്തി. നമ്മളൊക്കെ അതാണേ. രണ്ട് നിഷ്കാമ ഭക്തി. നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കാത്ത ഭക്തിയാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഉൽപ്പത്തി 28:20 നാട്ടുകാർക്ക് മുഴുവൻ പണി കൊടുത്ത് ശീലമുള്ള യാക്കോബ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നൊരു കാലമുണ്ട്. പോകുന്ന വഴി പ്രാർത്ഥിക്കുന്നവർ എങ്ങനെയാണ്? യാക്കോബ് ഒരു നേർച്ച നേർന്നു. നമ്മൾ പരുമലപ്പള്ളി വരുന്ന പോലെ, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന വഴിയിൽ ഈ യാത്രയിൽ എന്നെ കരുതുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ കിട്ടണം 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 കിട്ടണം, അവൻ എനിക്ക് ദൈവമാണ്. സകാമ ഭക്തി യാക്കോബ്. ഇഫ് ഗോഡ് വിൽ ബി വിത്ത് മീ, ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ഈ കവറെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നത് അതാ. ഇഫ് ഗോഡ് വിൽ ബി വിത്ത് മീ, ഞാൻ ഇനിയും വന്നേക്കാം, പൊന്നും കുരിശെടുത്തേക്കാം, മുത്തുക്കുട എടുത്ത് വട്ടം നേർച്ച നടത്തിയേക്കാം, അല്ലേ? യാക്കോബാണത്. സകാമ ഭക്തി. നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞാൽ, അതിനുദാഹരണം പറഞ്ഞാൽ, ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീക്കാത്തിടത്തില്ലേ, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെന്നറിയാം? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾക്ക് ദൈവമായിരിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പനിമല വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഇഫ് ഗോഡ് ഈസ് നോട്ട് വിത്ത് മീ, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. നമ്മുടേത് ഏതാണ്? സകാമ ഭക്തിയോ നിഷ്കാമ ഭക്തിയോ? ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്ന മുടിയൻ പുത്രൻ പാപത്തിന്റെ പടിയിറക്കത്തിന്റെ ഗതികേടിൽ തവിട്ടിൽ കടന്നപ്പോൾ അയാൾ കാത്തിരുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ്. ഒന്നും അവകാശിക്കാനില്ല. എൻ്റെ ദൈവമേ, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നാലും ഈ പെന്തക്കോസ്തിയുടെ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരിക്കുമ്പോൾ, കർത്താവേ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവന്നേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാലൻ പാപം. സർവകടങ്ങളും ആരാഞ്ഞാൽ ക്ലെയിം ചെയ്യാനൊന്നുമില്ല. അതാണ് കാത്തിരിപ്പ്. മൂന്നാമത്തെ കാത്തിരിപ്പ്, നിബന്ധനകളില്ലാത്ത കാത്തിരിപ്പ്. അവെയിറ്റിംഗ് ഇൻ ബ്രാൻ, അവെയിറ്റിംഗ് ഇൻ അൺകണ്ടീഷണൽ സ്പിരിച്വൽ സിറ്റുവേഷൻസ്. മൂന്നാമത്തേത് അതാണ്. നമ്മളിപ്പോ, ദൈവമേ, അങ്ങനെ എനിക്ക് തന്നൊരു കൊച്ചു ജീവിതം ഉണ്ടല്ലോ, അതിങ്ങനെ കടന്നു പോവുകയാണ്. ഈ വർഷം കൂടെ ഇങ്ങനെ വന്നിരിക്കാൻ ഈ പെന്തക്കോസ്തിയുടെ കാത്തിരിപ്പിൽ ദൈവം നമുക്ക് ഇടയാക്കിയിട്ടില്ല. പണ്ട് ഞാൻ പെട്ടെന്ന് ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഓർക്കും കവിത. NN കക്കാട് അർബുദ രോഗബാധിതനായി 87 മരിച്ചയാളാണ്. നല്ലൊരു കവിയായിരുന്നു. ക്യാൻസർ ബാധിച്ച് മരിക്കാറായപ്പോഴാണ് അദ്ദേഹം എഴുതിയത്. ഒരു മനോഹരമായി എഴുതിയിട്ടുണ്ട്. എന്ത് നിൻ മിഴിയിണ തുളുമ്പുന്നുവോ സഖി, ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങൾ. കരയരുത്. ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ജീവിക്കണം. വരും കൊല്ലമാരെന്നുമെന്തെന്നും ആർക്കറിയാം. നമ്മൾ ഇവിടെ നിന്ന് പറയണം, കർത്താവേ, 1 വർഷം കൂടെ തന്നു. സഫലമീ യാത്ര എന്നാണ് കവിതയുടെ പേര്. ചന്തം നിറയ്ക്കുക ഈ ശിഷ്ടദിനങ്ങൾ. അങ്ങനെ പാടിയത് കൊണ്ടാകാം അദ്ദേഹത്തിന് ദൈവം വീണ്ടും ആയുസ് നീട്ടിക്കൊടുത്തു. ക്യാൻസറിനെ അതിജീവിച്ചു. ഭ്രാന്തമായ ആവേശത്തോടെ ജീവിതത്തെ സ്നേഹിക്കുന്ന നിമിഷങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സാധിക്കുമെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, മലയാളമുണ്ട്. പ്രാണൻ വായുവിൽ അലിയുമ്പോൾ എന്നാണ് പുസ്തകം. ഒരു മിടുക്കനായ ഒരു ന്യൂറോ സർജൻ, പോൾ കലാനിധി എന്നാണ് പേര്. ലങ് ക്യാൻസർ വന്നിട്ട് സ്റ്റേജ് 4 ലങ് ക്യാൻസറിൽ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആശുപത്രിയിൽ ICUവിൽ ഇങ്ങനെ മരണത്തോട് ഒക്കെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ബ്രീത്ത് ബിക്കേം സയർ, പ്രാണൻ വായുവിൽ അലിയുമ്പോൾ. ചെറുപ്പക്കാരനായി മിടുക്കനായി ന്യൂറോ സർജൻ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഉണ്ടായ തിരിച്ചറിവുകളും മരണത്തിലേക്കുള്ള അയാളുടെ യാത്രയുടെ സത്യസന്ധമായ വിവരണങ്ങളുമാണ് ഈ പുസ്തകം.
പ്രാണൻ വായുവിലലിയുമ്പോൾ. ഐസിയിൽ കിടന്ന അയാളുടെ സുഹൃത്തായ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇനി എനിക്ക് എത്ര നാൾ കാണും, ഇനി എനിക്ക് എത്ര നാൾ ഉണ്ടാവും? എന്ത് മറുപടി പറഞ്ഞു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു ഭാഗമുണ്ട് ഈ പുസ്തകത്തിൽ. എന്നിട്ട് ഈ പോൾ കലാനിധി തന്നെ പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്, 3 മാസങ്ങളെ ബാക്കിയുള്ളൂവെങ്കിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ പൂർണ്ണ സമയവും ചെലവഴിക്കും. 1 വർഷത്തോളം എനിക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതും. ഒരു വർഷത്തോളം ബാക്കിയുണ്ടെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതും. 10 വർഷമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും രോഗികളെ ചികിത്സിക്കും. അദ്ദേഹത്തിന്റെ തുടർകാര്യം എനിക്കറിയില്ല. ഈ ഭ്രാന്തമായ ആവേശത്തോടെ ജീവിതത്തെ സ്നേഹിച്ച മനുഷ്യനാണ്. ധൂർത്തപുത്രൻ അങ്ങനെയാണ്, ഏറ്റവും ഗതികെട്ടുപോയി. പിന്നെ കണ്ടീഷൻസ് ഇല്ല. നമ്മൾ ലഭിച്ച അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണിയെടുത്ത് നോക്കിയാൽ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. പരമാനന്ദത്തിന് അത് മതി. നമ്മുടെ കൊച്ചു വീട് വീടില്ലാത്തവന്റെ സ്വപ്നമാണ്. നമ്മുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവന്റെ സ്വപ്നമാണ്. നമ്മുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ്. നമ്മുടെ പുഞ്ചിരി വിഷമിക്കുന്നവന്റെ സ്വപ്നമാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു പോയാൽ ഒത്തിരി എഴുതി വെക്കാൻ കാണും. ഗതികേടിന്റെ മധ്യത്തിൽ ഒരു നിബന്ധനകളും ഇല്ലാതെ ഒരാൾ awaiting in Bran. അവസാനിപ്പിക്കുക. കാത്തിരിപ്പാണ് നമ്മുടെ വിഷയം. 3 കാത്തിരിപ്പുകളാണ് നമ്മൾ ചിന്തിച്ചതല്ലേ. 1, ഇരുട്ടിലേത്, 72 hours awaiting in darkness. ഏതൊരാളുടെ ജീവിതത്തിലും ആകസ്മികമായി വരുന്ന ചില വേദനകൾ. ഇതിനപ്പുറം ദൈവം ഇരുട്ടിൽ നമുക്കെന്തോ കരുതി വെച്ചിട്ടുണ്ടാവണം. 2, ആ മരച്ചുവടാണ്. ആ മരച്ചുവട്ടിൽ ഇങ്ങനെ ആത്മനിന്ദയോടെ, ഇത് ആത്മഭാരത്തിന്റെ കാത്തിരിപ്പാണ് പെന്തക്കോസ്തിയുടെ നാളുകൾ. അയ്യോ ഞാനത്ര വിഡ്ഢി എന്ന് പറഞ്ഞ് ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അയ്യോ ഞാനത്ര പാപി. രണ്ടും 2 ഫീലാണ്. ആത്മനിന്ദ ആത്മഭാരത്തിലേക്ക് വഴി മാറുമോ? 3, മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് ആ ധൂർത്തപുത്രന്റെ awaiting in Bran. തവിടാണ്. അത് ഒരാൾ കടന്നു പോകാവുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫോളാണ്. ഒരാൾ വീഴാവുന്ന ഏറ്റവും വലിയ കുഴിയാണ്. അയാളുടെ പടിയിറക്കമാണ്, ഡിസെൻഡിങ് പ്രോസസ്സാണ് പാപത്തിലെ. അവിടെ കിടന്നുകൊണ്ട് എനിക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ കയറ്റുവായിലിരുന്നിട്ട് നമ്മളിങ്ങനെ പറയുക, കർത്താവേ ഒന്നും അവകാശപ്പെടാനില്ല, കാത്തിരിക്കുന്നു നിന്റെ കരുണയ്ക്കായി, കാത്തിരിക്കുന്നു നിന്റെ കരുണയ്ക്കായി, കാത്തിരിക്കുന്നു നിന്റെ കരുണയ്ക്കായി. ദൈവം നമ്മെ ഈ കാത്തിരിപ്പുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവമേ കാത്തിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിനായി. ഒരു നിമിഷം ഒന്ന് മൗനമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്ക. കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുന്നു. 72 മണിക്കൂറുള്ള ഇരുട്ടിലാണ്. ഞങ്ങളൊക്കെ ഒരു ശബ്ദം കേൾക്കണം, അബ്രഹാമേ അബ്രഹാമേ. 2 വിളി, കരുതലിൻ്റെ വിളി. ദൈവമേ ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് ചൂരച്ചെടിയുടെ തണലിലാണെങ്കിൽ ആത്മനിന്ദയുടെ തണലിൽ നിന്ന് ആത്മഭാരത്തിലേക്ക് മാറിക്കാത്തിരിക്കാൻ പഠിപ്പിക്കണം. അപ്പാ ഞങ്ങൾ കാത്തിരിക്കുന്നത് പാപത്തിൻ്റെ പടുകുഴിയുടെ തവിടിലാണെങ്കിൽ ഒരു നിബന്ധനകളുമില്ല, കരുണ മാത്രം കാത്തിരിക്കുന്നു. awaiting in darkness, awaiting in tree shade, awaiting in Bran.
ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനായോഗത്തിൻ്റെ ഏറെ ആദരണീയരായ ചുമതലക്കാരോട് കുന്നിലച്ഛനോടും ബിജു പ്രക്കാനം അച്ഛനോടും ഈ പരുമല സെമിനാരിയോടും റംബാശനോടും മാത്തുക്കുട്ടി അച്ഛനോടും ഒക്കെ എല്ലാവരോടും നന്ദി. കാത്തിരിക്കാം നമുക്ക് കൃപയ്ക്കായി.